ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചന്ദ്ര സിദ്ധുവിൻ്റെ അച്ഛനുമായിട്ട് കൊമ്പ് കോർക്കാൻ നിൽക്കുകയാണ്. അങ്ങനെ സിദ്ധുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്നും കണക്കിന് മറുപടി കേൾക്കുന്നുണ്ട് ചന്ദ്രയ്ക്ക്. ചന്ദ്ര സിദ്ധുവിൻ്റെ അച്ഛനോട് എതിർത്ത് സംസാരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ എന്നെ തല്ലിക്കൊന്നാലും ഞാൻ ഈ വീട്ടിൽ നിന്നും പോവില്ല. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സമാധാനം കളയാൻ തന്നെയാണ് എൻ്റെ ഉദ്ദേശം എന്നും പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര അവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ നിൽക്കുന്നത്. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ നിൽക്കടി അവിടെ എന്നങ്ങ് ഒച്ച എടുത്തുകൊണ്ട് പറഞ്ഞതോടുകൂടി ചന്ദ്ര അങ്ങ് ഞെട്ടിപ്പോവാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ചന്ദ്ര അവിടെ നിന്നോണ്ട് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പുഞ്ചിരിയോടുകൂടി പറയണേ, ഇത്രയേ ഉള്ളൂ, നീ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, പോവാൻ പറഞ്ഞാൽ പോവും, നീ വെറും കൊച്ചു കുട്ടിയാണ്, അത് നീ മറക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധുവിൻ്റെ അച്ഛൻ അകത്തേക്ക് പോവാട്ടോ. അതോടുകൂടി ചന്ദ്ര സിദ്ധുവിൻ്റെ അച്ഛൻ്റെ മുന്നിൽ നാണം കെട്ടതുപോലെ ആവുകയാണ്. എന്നിട്ട് ചന്ദ്ര നേരെ പോകുന്നത് സിദ്ധു എവിടേക്കാണ് പോയത് എന്നുള്ളത് കണ്ടുപിടിക്കാനാണ്. ഈ സമയം സിദ്ധുവും ദേവികയും മനോഹരനും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ സിദ്ധു പറയാണ്, അതിപ്പോൾ കേസ് ഇപ്പോൾ തങ്കച്ചി പറയുന്നത് പോലെയൊന്നും ആവണമെന്നില്ല, അവർ പറയുന്നത് പൂർണ്ണമായി വിശ്വസിക്കാനും കഴിയില്ലല്ലോ, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് ആ ഒരു വാക്ക് കേട്ടിട്ട് നമുക്ക് കേസ് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ദേവിക പറയണേ, ഏതായാലും സിദ്ധു കേസ് കൊടുത്തു നോക്കാം, അപ്പോഴറിയാലോ സത്യാവസ്ഥയാണോ അതോ നുണയാണോ എന്നുള്ളതൊക്കെ. മനോഹരൻ പറയണേ, തങ്കച്ചി അങ്ങനെ ഇതിൻ്റെ കാര്യത്തിൽ നുണ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും സംസാരിക്കുമ്പോഴാണ് ഇതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ശരത്ത് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ശരത്തിന് ഇവർ സംസാരിക്കുന്നത് എന്താണെന്നുള്ളത് കേൾക്കാൻ കഴിയുന്നില്ല. അപ്പുറത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് കാണുകയാണ് കേട്ടോ. എന്നിട്ട് ചന്ദ്രയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ആ ദേവികയും സിദ്ധുവും മനോഹരനും കൂടി സംസാരിക്കുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് ചന്ദ്ര മേഡം ഇവിടേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ വിളിച്ച് സംസാരിക്കുന്നത്. അങ്ങനെ സിദ്ധു പറയണേ, ഏതായാലും നമുക്കിനി കേസ് കൊടുക്കാം, പക്ഷേ അതിന് കുറച്ച് സമയം കൂടി വേണം, കാരണം ആദ്യം തങ്കച്ചി ഈ പറഞ്ഞ വാക്ക് മാറ്റി പറയില്ല എന്നുള്ളത് നമുക്ക് ആദ്യം വ്യക്തത കിട്ടണം, എന്നിട്ട് മതി നമുക്ക് കേസ് കൊടുക്കൽ. മറ്റത് നമ്മൾ കേസും കൊടുത്ത് തങ്കച്ചി എങ്ങാനും വാക്ക് മാറുകയും ചെയ്താൽ നമ്മൾ പിന്നെ അപ്പോഴും പരാജയപ്പെടും. പിന്നെ തങ്കച്ചി വെറുതെ ഒന്നും ചെയ്യുകയില്ല, അവർക്ക് ഇനി അടുത്തത് എന്താണ് ലക്ഷ്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം, അതിൻ്റെ ശേഷം മതി കേസ് കൊടുക്കൽ. കേസ് എന്തായാലും കൊടുക്കാം, കൊടുക്കാതിരിക്കേണ്ട എന്ന് സിദ്ധുവും പറയട്ടെ. അപ്പോൾ ദേവിക പറയണേ, എനിക്ക് കേസ് കൊടുക്കണം, അല്ല എന്നുണ്ടെങ്കിൽ നാളെ എനിക്ക് അതൊരു കുറ്റബോധമായി നിൽക്കരുത്, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ സിദ്ധു, എന്നാൽ കേസ് കൊടുക്കാം, ആദ്യം തങ്കച്ചിയോട് നീ സംസാരിക്കുക, എന്നിട്ട് അവർ പറഞ്ഞ വാക്കിൽ നിന്നും അവർ പിന്മാറില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും കേസ് തന്നെ കൊടുക്കാം. അപ്പോൾ മനോഹരനും പറയണേ, എന്തായാലും തങ്കച്ചിയോട് നമുക്കൊന്ന് കണ്ട് സംസാരിക്കണം വീണ്ടും, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കേസ് നിലനിൽക്കില്ല എന്ന് ദേവികയോട് പറയണേ. അങ്ങനെ അവർ സംസാരിച്ച ശേഷം പോവാൻ ഒരുങ്ങണ്. അപ്പോൾ മനോഹരൻ പറയണേ, എനിക്ക് അത്യാവശ്യമായിട്ട് 1-2 സ്ഥലങ്ങളിൽ പോവാനുണ്ട്, സിദ്ധുവിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ദേവികയെ വീടിനവിടെ ഒന്ന് ആക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, ബുദ്ധിമുട്ടോ, എനിക്ക് എന്ത് ബുദ്ധിമുട്ടാണച്ചാ, ഞാനാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞ് ദേവികയും കൂട്ടി സിദ്ധു പോവാൻ ഒരുങ്ങാണ്. അപ്പോഴത്തേക്കും മനോഹരനും പോവാണ് കേട്ടോ. അപ്പോൾ അവർ കാറിൽ കയറി ഉടനെ തന്നെ ചന്ദ്രലേഖ കാറിൻ്റെ മുന്നിൽ വന്ന് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇറങ്ങടി, ഇനി ആരുടെ കാറിലാടി കയറിയിട്ടുള്ളത് എന്നങ്ങ് പറയണം. അങ്ങനെ ദേവിക പുറത്തേക്ക് ഇറങ്ങാണ്, സിദ്ധുവും പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ശരത്തിന് ഒരുപാട് സന്തോഷമാവാണ് ചന്ദ്രലേഖ വന്ന ഉടനെ തന്നെ. എന്നിട്ട് ചന്ദ്ര പൊട്ടിത്തെറിച്ചോണ്ട് പറയണേ, ഇറങ്ങടി കാറിൽ നിന്നും, ആരാടി നീ ഈ കാറിൽ കയറാൻ വേണ്ടി പറഞ്ഞത്? അപ്പോൾ സിദ്ധു, വെറുതെ ചന്ദ്ര നീ പ്രശ്നമുണ്ടാക്കരുത്, പിന്നെ ഞാൻ പ്രശ്നമുണ്ടാക്കാതെ നിങ്ങളുടെ വെപ്പാട്ടിയുമായി ജീവിക്കാനേ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. അത് കേട്ടപ്പോൾ ദേവികയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ് ചന്ദ്രയുടെ ആ സംസാരം കേട്ടപ്പോൾ. അപ്പോൾ സിദ്ധുവിന് എന്ത് പറയണമെന്ന് അറിയാതെ ദേവികയുടെ മുഖത്തേക്ക് നോക്കണം. ആരുടെ കാറാണെന്ന് കരുതിയിട്ടാടി നീ ഞെളിഞ്ഞു കയറിയിരിക്കുന്നത്? ഇത് എൻ്റെ ഭർത്താവിൻ്റെ കാറാണ്. അപ്പോഴൊക്കെ ദേവിക ഒരു മൈൻഡും ചെയ്യാതെ ചന്ദ്രയെ ഒരു പുച്ഛഭാവത്തോട് കൂടിയിട്ടാണ് നോക്കുന്നത്. ഈ കാറിൽ കയറിയിരിക്കാൻ നിനക്ക് എന്ത് അവകാശമാടി ഉള്ളത്? എന്താടി ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? പറയടി, എന്താടി മിണ്ടാട്ടമില്ലല്ലേ? നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ദേവികയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ദേവിക ചന്ദ്രയുടെ കൈ അങ്ങ് തടയാണ്. എന്നിട്ട് ദേഷ്യത്തിൽ പറയാണ്, എൻ്റെ ദേഹത്ത് തൊട്ടു പോവരുത്, തൊട്ടാൽ നീ വിവരമറിയും എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ കൈ ശക്തിയിൽ അങ്ങ് മാറ്റാൻ കേട്ടോ. അത് കാണുന്ന സമയത്ത് സിദ്ധു തന്നെ അങ്ങ് അന്തം വിട്ടു പോവാണ് ദേവികയുടെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഈ പ്രതികരണം കാണുമ്പോൾ. അങ്ങനെ പിന്നെ ചന്ദ്ര അടുത്ത ഒരു അടവെടുക്കാണ്, ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കാണ്ട്. ആ ഒരു സൗണ്ട് കേട്ട് നാട്ടുകാരൊക്കെ കൂടുകയാണ്. അത് കണ്ടപ്പോൾ സിദ്ധുവിനൊക്കെ നാണക്കേടാവുകയാണ്. ചന്ദ്ര മനഃപൂർവ്വം എന്നെയും ദേവികയെയും നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലായത് കൊണ്ട് ഒന്നും
ഒന്നും മിണ്ടാതെ സിദ്ധു നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ചന്ദ്ര എന്ന് പറയുമ്പോൾ എന്താണ് മിണ്ടാതിരിക്കാനുള്ളത്? നിങ്ങളുടെ ഈ തോന്നിവാസം ഞാൻ കണ്ടിട്ട് മിണ്ടാതിരിക്കണമെന്നോ? നിങ്ങൾക്കൊക്കെ എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാമെന്നോ? എനിക്കൊന്നും ചോദിക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ കരുതിയത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പെരുമാറണമെങ്കിൽ നിങ്ങൾ പിന്നെ എന്തിനാണാവോ എന്നെ കല്യാണം കഴിച്ചത്? ഇവളെ തന്നെ അങ്ങ് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നില്ലേ? അപ്പോഴേക്കും നാട്ടുകാരൊക്കെ ചന്ദ്രയുടെ ഭാഗത്ത് നിന്നോണ്ടാണ് നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും കാണുന്നില്ലേ ഇവർ കാണിക്കുന്ന ഈ തോന്നിവാസം? അപ്പോൾ സിദ്ധു, ചന്ദ്ര നീയൊന്നും മിണ്ടാതിരിക്കുന്നു. താൻ മിണ്ടിപ്പോവരുത്. തനിക്ക് എന്തും കാണിക്കാമെന്നാണോ? ഇതൊക്കെ എത്രയാന്ന് വെച്ചാൽ സഹിക്കുക. ഇത് ഇനി കണ്ടില്ല എന്ന് വെക്കാനൊന്നും എന്നെ കിട്ടില്ല. നിങ്ങൾ ഇന്ന് വീട്ടിലേക്ക് വാ. നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് വരുമല്ലോ, ബാക്കിയുള്ളത് ഞാൻ അവിടെ വെച്ച് തന്നോളാം എന്നും പറഞ്ഞ് ചന്ദ്ര പോവാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ശരത്ത് വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നാട്ടുകാർ സിദ്ധുവിനോട് പറയാണ്, ഭാര്യ വേണോ അതോ കാമുകി വേണോ എന്നുള്ളത് സാറ് തന്നെ തീരുമാനിക്കുക, എന്നിട്ട് അവരോടൊപ്പം ജീവിക്കുക. അല്ലാതെ ഇങ്ങനെ രണ്ട് തോണി കാല് വെച്ച് നിന്നാലേ കാല് കീറിപ്പോവും എന്ന് പരിഹാസത്തോടു കൂടി നാട്ടുകാരൊക്കെ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടാതെ സിദ്ധുവും ദേവികയും നിൽക്കുകയാണ്. അപ്പോൾ ദേവിക പറയാണ്, സിദ്ധു കാർ എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധുവും ദേവികയും കാറിൽ പോവാണ്. അവർ കാർ എടുത്തുകൊണ്ട് പോകുമ്പോൾ നാട്ടുകാരൊക്കെ കൂകി വിളിക്കുകയാണ് പരിഹസിച്ചുകൊണ്ട്. ഈ സമയം പാർവതിയാണെങ്കിൽ ഓരോന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പാർവതിയുടെ ഫോണിലേക്ക് ശരത്ത് വിളിക്കുന്നത്. എന്നിട്ട് ശരത്ത് പറയാണ്, അമ്മ കുറച്ച് തിരക്കിലാണോ എന്ന് ചോദിക്കുമ്പോൾ, അല്ല എന്താ ശരത്ത് മോനെ എന്ന് ചോദിക്കുകയാണ്. ഞാനിപ്പോൾ അമ്മയ്ക്ക് വാട്സപ്പിൽ ഒരു വീഡിയോ അയച്ചു തരാം, അതൊന്ന് കണ്ടു നോക്ക്. ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് മൊബൈൽ ഓൺ ആക്കിയതോടുകൂടി മുത്തശ്ശിയും വരികയാണ്. അവർ രണ്ടുപേരും കൂടി ആ വീഡിയോ കണ്ടതോടുകൂടി മുത്തശ്ശിയും പാർവതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അവളോട് ഇത് എത്ര പറഞ്ഞാലും ഇവൾക്ക് മനസ്സിലാവില്ല. നാണം കെടുത്താൻ വേണ്ടിയിട്ട് അവൾ ഇന്ന് ഇങ്ങോട്ട് വരട്ടെ. അവൾ ഇനി ഈ വീട്ടിലെ താമസം അവളെ ഇന്നത്തോടു കൂടി ഞാൻ നിർത്തും. ഇന്ന് അശൂലം പിടിച്ചവളെ ഇങ്ങനെ നാണം കെടുത്തുന്നത് എന്തിനാണ് നാട്ടുകാരുടെ മുന്നിൽ വെച്ച്? അപ്പോൾ മുത്തശ്ശി പറയാണ്, ഇവൾക്ക് സിദ്ധുവിനെ ഇത്രയ്ക്ക് വിടാൻ വയ്യ എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണാവോ ഇവൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞത്? അപ്പം തന്നെ സിദ്ധുവിനാണ്ട് കല്യാണം കഴിച്ചാൽ പോരാണ്. വീണ്ടും ശരത്ത് വിളിക്കുന്നത്. എന്നിട്ട് വീഡിയോ കണ്ട അമ്മയെന്ന് ചോദിക്കുമ്പോൾ, ആ കണ്ടു മോനെ, നിനക്ക് എങ്ങനെയാണ് ഇത് കിട്ടിയത്? ഞാനും ഉണ്ടായിരുന്നു അവിടെ. കാലം ഈ വീഡിയോ ഇപ്പോൾ അമ്മ ആരെയും കാണിക്കേണ്ട, നാണക്കേടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫോൺ വെക്കുന്നത്. അപ്പോൾ ശരത്തിനെ കുറിച്ച് വീണ്ടും പാർവതി പറയാണ്, ശരത്ത് മോന് സ്നേഹമുള്ളവനാണ്, കുടുംബസ്നേഹമുള്ളവനാണ്. അവന് ഈ വീഡിയോ വേറെ ആരും കാണരുത് എന്നുള്ളത് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അവൾ ഇങ്ങോട്ട് വരട്ടെ. അവളോട് ഞാൻ വീഡിയോയെക്കുറിച്ചൊന്നും പറയില്ല, പക്ഷേ അവളെ ഞാൻ ഈ വീട്ടിൽ നിന്നും പുറത്താക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ തോന്നിവാസം കാണിച്ച് അവൾ ഈ വീട്ടിൽ വാഴണ്ട എന്നൊക്കെ പറഞ്ഞ് പാർവതി ദേഷ്യത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ സമയം കാഞ്ചന ശ്രുതിമോളെ സ്നേഹിക്കുന്നത് കണ്ടുകൊണ്ടാണ് ജയശങ്കർ വരുന്നത്. അപ്പോൾ ജയശങ്കറിന് കാഞ്ചന ശ്രുതിമോളെ ഇങ്ങനെ സ്നേഹിക്കുന്നതൊന്നും ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അക്ഷര വരുമ്പോൾ അക്ഷരയോട് ചോദിക്കുകയാണ്, ഇതിനാണോ നീ ഇവിടെ കോൺവെൻറ്റിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുമ്പോൾ, അതിനെന്താ അച്ഛ തെറ്റുള്ളത്? എന്തിനാണ് നിൻ്റെ മോളെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുന്നത്? അതിന് അപ്പച്ചി പുറത്തുള്ളതൊന്നുമല്ലല്ലോ. നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല, നിനക്ക് അറിയില്ലേ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് എന്ന് പറയുമ്പോൾ അത് കേട്ടും കൊണ്ട് കാഞ്ചന വരികയാണ്. അപ്പോൾ കാഞ്ചന പറയാണ്, എന്തിനാണ് ഏട്ടാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ഇങ്ങനെ മോളെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് തെറ്റാണുള്ളത്? എന്ത് തെറ്റാണുള്ളത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ, നിനക്ക് തന്നെ നല്ലതുപോലെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ കാഞ്ചനക്ക് നല്ല ദേഷ്യം വരികയാണ്. അപ്പോൾ കാഞ്ചന പറയണ, ഏട്ടൻ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കുന്ന ഈ സത്യം ഞാൻ നാട്ടുകാരുടെ മുന്നിലും അങ്ങ് വിളമ്പും. എന്നെയും വെറുതെ മുഷിപ്പിക്കാൻ നിൽക്കേണ്ട ഏട്ടൻ്റെ അതേ ചോര തന്നെയാണ് എനിക്കുമുള്ളത്. നല്ലതുപോലെ പോവുകയാണെങ്കിൽ ഞാനും നല്ലതുപോലെ നിങ്ങളോടൊപ്പം നിൽക്കും. പക്ഷേ എന്നെ ഇങ്ങനെ മോശമായി സംസാരിക്കാനാണ് ഏട്ടൻ്റെ ഉദ്ദേശമെങ്കിൽ എനിക്കും നാട്ടിൽ മുഴുവനും ഏട്ടനെ മോശക്കാരനാക്കാനൊക്കെ കഴിയും എന്ന് പറയുമ്പോൾ, അപ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്നെയും എൻ്റെ കുടുംബത്തെയും നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കാം എന്നാണോ? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. പക്ഷേ ഏട്ടൻ ഇങ്ങനെ പെരുമാറുമെങ്കിൽ എനിക്കും അതിനുള്ള ഒരു വഴിയുണ്ട് എന്ന് ഏട്ടനെ ഓർമ്മിപ്പിച്ചതാണ്. ഈ കാഞ്ചനയെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ നിൽക്കണ്ട. കാഞ്ചന എല്ലാം മറന്ന് ഇപ്പോൾ സ്നേഹത്തിലാണ് എല്ലാവരോടും പെരുമാറുന്നത്. അതുകൊണ്ട് തിരിച്ച് ഏട്ടനും അങ്ങനെ പെരുമാറിയില്ല എന്നുണ്ടെങ്കിൽ കാഞ്ചനയുടെ മറ്റൊരു മുഖം ഏട്ടൻ കാണേണ്ടി വരും എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ കാഞ്ചന പോവാട്ടോ. അപ്പോൾ അക്ഷര പറയണേ, എന്തിനാണ് അച്ഛ വെറുതെ അപ്പച്ചിയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതും സംസാരിക്കുന്നതും എന്നും പറഞ്ഞിട്ടാണ് അക്ഷര പോകുന്നത്. പിന്നീട് സിദ്ധു ദേവികയെ വീട്ടിൽ കൊടുന്നാക്കിയ ശേഷം തിരിച്ചു പോകാൻ ഒരുങ്ങാണ്. അപ്പോൾ സിദ്ധു പറയാണ്, ദേവിക നിനക്ക് നല്ല വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേവിക പറയണേ, എനിക്കൊരു വിഷമവുമില്ല സിദ്ധു. കാരണം നമ്മളെല്ലാവരുടെയും മുന്നിൽ താന്നു കൊടുക്കുമ്പോഴാണ് നമ്മളുടെ തലയിൽ കയറി എല്ലാവരും ഇട്ടുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ മനസ്സിലാക്കിയ പാഠം, ആരുടെ മുന്നിലും തോറ്റു കൊടുക്കരുത്. ആര് തന്നെ എന്ത് പറഞ്ഞാലും അതിനൊക്കെ തിരിച്ച് നല്ല മറുപടിയും കൊടുക്കണം. അതാണിപ്പോൾ ഞാൻ മനസ്സിലാക്കിയ പാഠം. അതുകൊണ്ട് ഇനി മുതൽ ഇതുവരെ കാണാത്ത ദേവികയാണ് ഇനി കാണാൻ പോകുന്നത്. എന്തിനും ഏതിനും പ്രതികരിക്കുന്ന തൻ്റെടിയായ ദേവികയായിട്ടാണ് ഞാൻ ഇനി മാറാൻ
മാറാൻ പോകുന്നത്. ഇത്രയും കാലം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്, പക്ഷേ ഇന്നു മുതൽ എനിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സിദ്ധുവിന് ദേവികയുടെ ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ ദേവിക വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് മുത്തശ്ശിയും പാർവതിയും അങ്ങ് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. നിൽക്കടി, അവിടെ എങ്ങോട്ടാടി ഈ കയറി വരുന്നത്? ഇനി മുതൽ ഈ വീട്ടിൽ നിനക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് മുത്തശ്ശി പറയുമ്പോൾ ദേവിക പറയാണ്, അത് മുത്തശ്ശിയാണോ തീരുമാനിക്കുന്നത്? അപ്പോൾ പാർവതി പറയാണ്, മുത്തശ്ശിയല്ല, ഞാനാ തീരുമാനിക്കുന്നത്. എന്താ, ഞാൻ തീരുമാനിച്ച പോരെ? അടിച്ചിറക്കണ്ട എന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിടിച്ചിറക്കേണ്ടി വരും. അതെന്താ അമ്മ അങ്ങനെ പറയുന്നത്? നീ ഇനി ഒരക്ഷരം മിണ്ടിപ്പോവരുത്. എന്നോടാ പറഞ്ഞത് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാനേ എന്ന് പറയുമ്പോൾ, അങ്ങനെ അങ്ങ് എന്നെ ഇറക്കി വിടാൻ പറ്റുമോ? ഞാൻ സിദ്ധുവേട്ടൻ്റെ ഭാര്യയായിട്ടാണ് ഈ വീട്ടിലേക്ക് വന്നത്. എനിക്കുമുണ്ട് ഇവിടെ കുറച്ചൊക്കെ അധികാരവും അവകാശവും. സുധിയേട്ടൻ്റെ ഭാര്യയായിട്ടാണ് ഈ വീട്ടിലേക്ക് കയറി വന്നത്. അങ്ങനെ അത്ര പെട്ടെന്നൊന്നും എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനൊന്നും ആർക്കും കഴിയില്ല. അപ്പം എന്താ നീ അവകാശമാണോ പറയുന്നത് എന്ന് പാർവതി ചോദിക്കുമ്പോൾ, അവകാശമല്ല, എനിക്കിവിടെ നിൽക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് പറഞ്ഞത്. ഇവർ സംസാരിക്കുന്നത് കേട്ടും കൊണ്ടാണ് നിത്യ അവിടേക്ക് വരുന്നത്. അപ്പോൾ ദേവികയുടെ ഈ പെട്ടെന്നുള്ള മറുപടിയും ഭാവവ്യത്യാസവും ഒക്കെ കാണുമ്പോൾ എനിക്ക് നല്ല സന്തോഷമാവാണ്. അപ്പോൾ മുത്തശ്ശി പറയണേ, എവിടെ നാടി എനിക്കിപ്പോൾ പെട്ടെന്നൊരു ധൈര്യം കിട്ടിയത്? അപ്പോൾ ധൈര്യം പെട്ടെന്ന് കിട്ടിയതൊന്നുമല്ല മുത്തശ്ശി, എത്രയാന്ന് വെച്ചാൽ താന്നു കൊടുക്കുക, ഭൂമിയുടെ അറ്റം വരെ ഓടി. ഇനിയിപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കാതിരിക്കാൻ കഴിയില്ലല്ലോ, അതുപോലെ ഒരു തിരിഞ്ഞു നോക്കലാണ് എനിക്കിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും പോവാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേവിക അകത്തേക്ക് കയറി പോവാട്ടോ. അത് കേട്ടതോടുകൂടി പാർവതിയും മുത്തശ്ശി അങ്ങ് അന്തം വിട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിത്യയ്ക്കാണെങ്കിലോ നല്ല ഇഷ്ടമാണ് ദേവിക ഇങ്ങനെയുള്ള മറുപടിയൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ. അങ്ങനെ നിത്യ പുഞ്ചിരിച്ചുകൊണ്ട് ദേവികയുടെ പുറകെ പോവാണ്. ഈ ചന്ദ്ര ദേവികയെ കാണാൻ വേണ്ടി മനോഹരൻ്റെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് മനോഹരനോടും പാർവതിയോടും മുത്തശ്ശിയോടും കൂടി സംസാരിക്കുകയാണ്. എൻ്റെ ജീവിതം തകർക്കാനാണ് അവൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത്, അവളെ ഞാൻ വെറുതെ വിടില്ല, അതുകൊണ്ട് എനിക്ക് ദേവികയെ കണ്ട് സംസാരിക്കണം എന്ന് പറയട്ടോ. അപ്പോൾ മനോഹരൻ്റെ മുന്നിൽ വെച്ച് ചന്ദ്ര ദേവികയെക്കുറിച്ച് മോശമായി സംസാരിക്കുകയാണ്. നിങ്ങളുടെ മരുമകളെ എന്താ അഴിഞ്ഞാടി വിട്ടിരിക്കുകയാണോ? എൻ്റെ ഭർത്താവിനെ സ്വന്തമാക്കാനാണോ നിങ്ങൾ ഇനി നിങ്ങളുടെ മരുമകളെ പറഞ്ഞു വിട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മനോഹരൻ പറയണേ, എൻ്റെ മോള് അങ്ങനെ അത്രക്കാരിയൊന്നുമല്ല, നിന്നെ പോലെ തട്ടിയെടുക്കാനും അവൾക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിനക്ക് സിദ്ധുവിനെ ഒരിക്കലും കിട്ടില്ലായിരുന്നു. നീ കളിച്ച നാടകം കൊണ്ടല്ലേ നീ ഇപ്പോൾ ദേവികയുടെ സ്ഥാനത്ത് സിദ്ധുവിൻ്റെ ഭാര്യയായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു മനോഹരനും കിടില മറുപടി ചന്ദ്രയുടെ വായ അടപ്പിക്കുന്ന രീതിയിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചന്ദ്ര ദേവികയുടെ അടുത്തേക്ക് ചെല്ലാട്ടോ. എന്നിട്ട് ദേവികയോട് പറയണേ, ഇനി മേലിൽ നീ സിദ്ധുവിനെ കാണാനോ സംസാരിക്കാനോ പാടില്ല എന്ന് പറയുമ്പോൾ ദേവിക പറയണേ, അത് നീയാണോ തീരുമാനിക്കുക? ഞാൻ ഇനിയും സിദ്ധുവിനെ കാണുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും, സിദ്ധുവിൻ്റെ കൂടെ യാത്ര ചെയ്യുകയും ചെയ്യും. നിനക്കെന്താ തടയാൻ കഴിയുമോ? തടയാൻ കഴിയുമെങ്കിൽ നീ അങ്ങ് തടയാൻ നോക്ക് എന്ന് പറഞ്ഞ് ദേവിക ചന്ദ്രയെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ചന്ദ്ര നാണം കേട്ടിട്ടാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത്.